ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് നമുക്ക് പരിപ്പ് കറിയും മുരിങ്ങയ്ക്ക തോരനാണ് വെക്കുന്നത്. പരിപ്പ് കറി ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഇനി മുരിങ്ങയ്ക്ക തോരൻ നന്നായിട്ട് മുരിങ്ങയ്ക്കയെല്ലാം കഴുകി ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല മുരിങ്ങയ്ക്കയാണ് കിട്ടിയത്. അപ്പോൾ അതിനെ ഇങ്ങനത്തെ നെടുവേ കീറിയതിന് ശേഷം ഒരു മൂർച്ചയുള്ള സ്പൂൺ വെച്ച് അകത്തെ സാധനം ചിരണ്ടി എടുത്തിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. നമുക്ക് തോടോട് കൂടി തന്നെ അത് വെക്കാവുന്നതാണ്. പക്ഷേ അത് ചവച്ച് തുപ്പാനുള്ള മെനക്കേട് കൊണ്ട് പിള്ളേരിവിടെ കൂട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ അകത്തുനിന്ന് മാംസം മാത്രം ആദ്യം ചിരണ്ടി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ചിരണ്ടി എടുക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഏറെ മുരിങ്ങയ്ക്ക് വേണം. അന്നേരം കുറച്ച് തോരൻ ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ കാണത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ചിരണ്ടി എടുത്ത് ഇപ്പോൾ തോടൊക്കെ ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സവാളയും കൂടി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അരപ്പിന് വേണ്ടത് കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും ഒരു ചെറിയ അല്ലി ഒരു വെളുത്തുള്ളിയും കൂടെയാണ്. അപ്പോൾ അതും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കടുകും ഉഴുന്നുപരിപ്പുമാണ് ഇടുന്നത്. അപ്പോൾ ഉഴുന്നുപരിപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്രയ്ക്ക് രുചിയാണ് ഉഴുന്നുപരിപ്പ് അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ. ഈ തോരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രുചിയാണ്. അതിലുപരി ഇതിന് ഓരോ സ്റ്റേജസിലും അതിന് ഭയങ്കര സ്മെല്ലാണ്, നല്ല മണമാണ് ഇതിന്. ഞാൻ ഏത് ഫുഡാണെങ്കിലും ഞാൻ ടേസ്റ്റിനോടൊപ്പം തന്നെ അതിൻ്റെ സ്മെല്ലും ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് മറ്റ് തോരനൊക്കെ വെക്കുന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ മുരിങ്ങയ്ക്ക് ചിരണ്ടിയത് ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ടു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒന്നിങ്ങനെ കൂട്ടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ വലിയ വേവൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമേ. അതുകൊണ്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം അതിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മുടെ അരപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനതിലേക്ക് പച്ചമുളകും എരിവിന് വേണ്ടിയിട്ട് ഒരെണ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വലിയ എരിവൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ഉപ്പും എല്ലാം ഇട്ടു. ഉപ്പും ഇട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടും. വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ഇടുന്നില്ല, പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ എരിവനുസരിച്ച് അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ കൈ വെച്ച് തൊട്ട് നോക്കിയപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ സ്ഥിരമായിട്ട് വെക്കുന്നത് ഞാൻ ആശുപത്രി മോനെയും കൊണ്ട് പോയപ്പം ഡോക്ടർ പറഞ്ഞിട്ടാണ് കണ്ണിൻ്റെ പവറൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഐസൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ പവർ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം സ്ഥിരമായിട്ട് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തോരൻ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്ന് വീഡിയോസും കാണണം. താങ്ക് യു.